ഇന്നലെ ജാസ്മിന് ലൈവിലെത്തിയ കാര്യമൊക്കെ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ അതിൽ ജാസ്മിൻ വന്നിട്ട് പറഞ്ഞത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം അതൊക്കെ ചുമ്മാ പറയുകയാണെന്ന്. പക്ഷേ ഇതേ ജാസ്മിന്റെ വാപ്പ ഒരു ദിവസം ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത് ടി വിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഓരോ മാധ്യമങ്ങളുടെ മുന്നിലോ ഇക്കാര്യം പറയരുത് എന്ന്. അതുകൊണ്ടാണ് അവൾ പറയാത്തതെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ്റെ ആ ഒരു സത്യസന്ധത. അതിനുശേഷം ജാസ്മിൻ വേറെ ഒരു ലൈവിലെത്തി കുറേ സംഭവങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അതായത് വൻ മാസ് ഡയലോഗൊക്കെയാണ് ജാസ്മിൻ വന്നിരുന്ന് അടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ യൂട്യൂബർ വിവിക്കെതിരെയാണെന്ന് തോന്നുന്നു. വിവി കുറേ കാര്യങ്ങൾ ജാസ്മിൻ്റെതായ പ്രൂഫ് സഹിതമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഞാൻ അകത്തായിരുന്നപ്പോൾ നീയൊക്കെ കൂടെ ഇവിടെ കിടന്ന് പലതും പറഞ്ഞു എന്നെക്കുറിച്ച്, പക്ഷെ ഒന്ന് ഓർക്കണം, ഞാനിപ്പോൾ പുറത്താണ്. ഞാൻ പുറത്തായിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഓരോന്നൊക്കെ പലരും പറയുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ള ഭീഷണിയുടെ സ്വരമാണ് അവിടെ ജാസ്മിൻ ഉയർത്തിയത്. വൻ മാസ് ഡയലോഗാണ് കേട്ടോ. സിനിമയിൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്തൊക്കെ ടെറിബിൾ. അതായത് ഞാനൊക്കെ പ്രൂഫ് എനിക്കും ഉണ്ട് കുറേയൊക്കെ പുറത്ത് വിടാൻ പലരെക്കുറിച്ചും. പക്ഷെ ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ച് വിട്ട കേസാണ്. അതൊന്നും പിടിച്ചിട്ട് നടക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ്. അതെന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ജാസ്മിന്റെ വൻ സംഭവങ്ങൾ. സത്യം പറഞ്ഞാൽ ജാസ്മിന് ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പുറത്ത് പലരും സംസാരിച്ചത്. അതിനെക്കുറിച്ച് പല തെളിവുകളും കാണിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ കുറേ പേരൊക്കെ എടുത്തിട്ട് കാണിച്ചു. അപ്പോൾ ജാസ്മിന് പറയുന്നത് കള്ളമായി. അത് തിരിച്ച് വന്ന് കിടന്ന് കരയുമ്പോൾ മലയാളികൾ പെട്ടെന്ന് വീഴുമല്ലോ. അതിൽ കുറേ പേരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അതായത് ജാസ്മിന് പാവമാണ്, ജാസ്മിൻ ഒന്നും അറിയാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. ഇത്ര സിമ്പിൾ. മലയാളികളുടെ സൈക്കോളജിക്കൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ദിവസം വീഡിയോ ഒക്കെ ഇട്ട് മലയാളികളെ എങ്ങനെ വീഴ്ത്തി വീഡിയോ കാണിപ്പിക്കണം എന്നൊക്കെ അറിയാവുന്ന ജാസ്മിന് ഇതൊക്കെ നിസ്സാരമാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇന്നലെ കയാസും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് മലയാളികളുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചാൽ പുറത്ത് വന്ന് 2 സെന്റി അടിച്ചാൽ മലയാളികൾ വീഴുമെന്ന് ജാസ്മിന് നന്നായിട്ട് അറിയാം. അത് ജാസ്മിന് മുതലാക്കി എടുത്തു. ഇപ്പോൾ ജാസ്മിന് സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ കയാസും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക.